നിന്നെ വേദനിപ്പിച്ചവരെ നിനക്ക് വേദനിപ്പിക്കാൻ കഴിയാത്തത് തന്നെയാണ് അവരിൽ നിന്നും നിന്നെ വ്യത്യസ്തനാക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും രണ്ട് കഥ. ഒന്ന് അയാൾ ജീവിച്ച കഥ, മറ്റൊന്ന് അയാൾ ജീവിക്കാൻ ആഗ്രഹിച്ച കഥ. ദുഃഖിക്കാതിരിക്കുക. നഷ്ടമായതെല്ലാം മറ്റൊരു രൂപത്തിൽ നിന്നെ തേടിയെത്തും. കണ്ണിന് കള്ളം പറയാൻ അറിയാത്തത് കൊണ്ടാവാം എന്തേലും സങ്കടം വന്നാൽ എത്ര മറച്ചു വെച്ചാലും കണ്ണു നിറഞ്ഞു പോവുന്നത്. വീഴ്ത്തപ്പെട്ടവർ വാഴ്ത്തപ്പെടുന്ന കാലം വിദൂരമല്ല. പ്രതീക്ഷയാൽ കാത്തിരിക്കുക. അനുഭവം ഏറ്റവും നല്ല അധ്യാപകനാണ്. വാക്കിൽ ഒന്നും പ്രവൃത്തിയിൽ മറ്റൊന്നും കാണിക്കുന്നവരെ ശത്രുക്കളേക്കാൾ സൂക്ഷിക്കണം. ചോദിച്ചു വാങ്ങുന്നതും പിടിച്ചു വാങ്ങുന്നതും പറഞ്ഞു വാങ്ങുന്നതും അറിഞ്ഞു തരുന്നതിനോളം വരില്ല. ലോകത്ത് വളരെ ബുദ്ധിമുട്ടുള്ള രണ്ടു കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ സ്നേഹിക്കാത്ത ഒരാളുമായി ജീവിക്കുക. മറ്റൊന്ന്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളില്ലാതെ ജീവിക്കുക. നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ ശ്രദ്ധിക്കേണ്ട. അവരെ വിട്ടേക്കുക. കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ രണ്ടടി പിറകിലാണ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത്. ആദ്യം ക്ഷമ ചോദിക്കുന്നവൻ ശ്രേഷ്ഠനാണ്. ആദ്യം ക്ഷമിക്കുന്നവൻ ശക്തനാണ്. ആദ്യം മറക്കുന്നവൻ ഏറ്റവും സന്തോഷവാനാണ്. എപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക. മറ്റൊരാളെയും ആശ്രയിക്കരുത്. കാരണം ഈ ലോകത്ത് ആരുടെയും ജീവിതത്തിന് ഒരു ഉറപ്പുമില്ല. ആളുകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ചിലവഴിക്കും. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അതിനാൽ നിങ്ങൾക്കായി, നിങ്ങളുടെ സന്തോഷത്തിനായി ജീവിക്കാൻ തുടങ്ങുക. ആളുകൾക്ക് എളുപ്പത്തിൽ ലഭിക്കുന്ന കാര്യങ്ങളുടെ മൂല്യം അറിയാത്തതിനാലാണ് ജീവിതം ബുദ്ധിമുട്ടിലാകുന്നത്. നമ്മൾ ഒരാളെ എന്തുമാത്രം വിശ്വസിക്കുന്നുവോ അത്രമാത്രം ആ ഒരാൾക്ക് നമ്മളെ വിഡ്ഢിയാക്കാൻ സാധിക്കും എന്നതാണ് ജീവിതം നൽകുന്ന ഏറ്റവും വലിയ പാഠം. വ്യക്തിയെ സ്നേഹിക്കുക. അവൻ്റെ ശീലങ്ങളെയല്ല, അവൻ്റെ വാക്കുകളിൽ ദേഷ്യപ്പെടുക. അവനോട് ദേഷ്യപ്പെടരുത്. അവൻ്റെ തെറ്റുകൾ മറക്കുക. അവനെ മറക്കരുത്. കാരണം ബന്ധങ്ങളെക്കാൾ വലുതായി ഒന്നുമില്ല. മൗനം. അത് ചിലപ്പോൾ നമുക്കൊരു മിത്രത്തെ തരില്ലായിരിക്കും. എങ്കിലും അതൊരു ശത്രുവിനെ നൽകില്ല. ഒരു വ്യക്തി വിശുദ്ധനാണോ കള്ളനാണോ എന്ന് അവൻ സംസാരിക്കുമ്പോൾ തന്നെ അറിയപ്പെടും. കാരണം ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വഭാവം വായിലൂടെ പുറത്തേക്ക് വരുന്നു. ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്നുകിൽ അത് സ്നേഹത്തോടെ ചെയ്യുക, അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യരുത്. ക്ഷീണം ഒരിക്കലും ജോലി മൂലമല്ല, മറിച്ച് ഉത്കണ്ഠ, നിരാശ, ഭയം, അസംതൃപ്തി എന്നിവ കൊണ്ടാണ്. ഈ 3 സമ്മാനങ്ങൾ നിങ്ങൾക്ക് നൽകിയ ഒരു വ്യക്തിയെ നിധി പോലെ സൂക്ഷിക്കുക. സഹവാസം, സമയം, സമർപ്പണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. ഇതുപോലുള്ള വീഡിയോവിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.